നമ്മുടെ കോട്ടയം ജില്ലയിൽ ഒരു ദിവസം മുഴുവൻ നിർത്താതെ മഴ പെയ്തു. നമ്മൾ ഓൾറെഡി തലേ ദിവസമേ തീരുമാനിച്ചതാണ് വൈകുന്നേരം അമ്പലത്തിൽ പോകുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങ് പോയേക്കാന്ന് വെച്ചു. ഞാനും എൻ്റെ കുഞ്ഞും അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഈ പോകുന്ന അമ്പലം 1500 വർഷം പഴക്കമുള്ള അമ്പലം. ഇനിയിപ്പോൾ അതിൽ കൂടിയെങ്കിലേ ഉള്ളൂ. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ഇവിടെ ബാലഭാവത്തിലാണ് കുടികൊള്ളുന്നത്. എൻ്റെ അച്ഛൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇവിടെ മുഴുവൻ കാട് പിടിച്ച് കിടക്കുമായിരുന്നു. പിന്നീട് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ടാണ് ഇപ്പം ഇത്രയും പുരോഗതിയും കാര്യങ്ങളൊക്കെ വന്നത്. അല്ലേലും എന്താണെന്നറിയില്ല, ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിനൊക്കെ പ്രത്യേക ഒരു സുഖമാണ്. നമ്മുടെ ജീവിതത്തിലുള്ള ടെൻഷൻസ് എല്ലാം മാറ്റി വെച്ചിട്ട് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലം. ഇവിടുത്തെ അന്തരീക്ഷം തന്നെ വളരെ പോസിറ്റീവാണ്. ഈ അമ്പലത്തിൽ തന്നെ വേറെയും പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് കേട്ടോ. ഗണപതിയും മഹാദേവനും മഹാവിഷ്ണുവും ശാസ്താവും വനദുർഗയും ഒക്കെയുണ്ട് ഇവിടെ പ്രതിഷ്ഠയായിട്ട്. ഈ ഡിസൈൻസൊക്കെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ ആസ്വദിക്കുന്നവരുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കിതൊക്കെ വളരെ ഇഷ്ടം. 1500 വർഷങ്ങളായെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ഭംഗിയായിരുന്നു. ദീപാരാധനയൊക്കെ കഴിഞ്ഞ് തൊഴുതിറങ്ങിയപ്പം ഈ ഒരു അന്തരീക്ഷമായിരുന്നു പുറത്ത്. എന്ത് രസമായിരുന്നെന്നോ. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോഴതേ നമുക്ക് മുമ്പ് തൊഴുതിറങ്ങിയ ചേച്ചിമാരൊക്കെ പോകുന്നത്. നല്ലൊരു ഭംഗിയില്ല ഒരു ഫ്രെയിമിൽ അവരെ കണ്ടിട്ട്. ഇതാട്ടോ അമ്പലത്തിൻ്റെ മുൻവശം. അമ്പലത്തിൻ്റെ ഈ ഒരു വശം മുഴുവൻ ഈ വെള്ളപ്പൂക്കളാട്ടോ. ഇതിൻ്റെ പേരെനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോൾ തന്നെ കുഞ്ഞുറങ്ങിയായിരുന്നു. അതുകൊണ്ട് പിന്നെ എന്നാൽ പോയേക്കാന്ന് വെച്ചു.